എന്താ സംഭവം? അത് വെക്കാം ഞാൻ വർക്കൗണ്ട് നോക്കട്ടെ. എടാ ഇവിടെയാണ് ജ്വല്ലറി റോബറി. ഞാൻ ചെയ്തിട്ടില്ല. എടാ ഓഫാടാ. കോഡ് 90 ആണ് നോക്കിടും. അത് ഞങ്ങളിത് അടിച്ചോളാം. ഞാനിത് വർക്കൗണ്ട് ആദ്യം നോക്കട്ടെ. കോഡ് 90 പറഞ്ഞ വെടിയപ്പാണ്. ഉക്കുണ്ണ അതിനുള്ള കഴിയില്ല ഉക്കുടോ. എന്തോ പറച്ചില പറഞ്ഞത്. ഞാൻ ടിഡിഎമ്മിലൊക്കെ പോയി ഗ്രൈൻഡ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. എന്നിട്ട് കഴിവില്ല. അപ്പൊ മനസ്സില്ലേ? ഫെക്സർ ഐഡി പറഞ്ഞടാ. ഫെക്സറെ ലീവന്റെ ഐഡി പറഞ്ഞു. 361 ലിയോ ഐഡി എത്ര? ഐഡി 730. ഒരാളൂടെ വേണം. ഇല്ല പിസ്റ്റള നമുക്ക് വാങ്ങാം. ഉക്കുണ്ട ഐഡി പറഞ്ഞേ. ഉക്കുട ഐഡി പറഞ്ഞേ. ഐഡി പറ. എനിക്ക് കഴിവില്ല. പിസ്റ്റള. അയ്യോ എന്റെയും അത് മാറ്റാം. എന്റെലും മാറ്റണം. പിസ്റ്റളാണ്. ഉക്കുട ഐഡി പറ. ആദ്യം വർക്കൗണ്ട് നോക്കട്ടെ. കാണുന്നില്ലല്ലോ. 654. 684 അക്സെപ്റ്റ് ചെയ്യണേ. ടി സ്ലാഷ് എടാ ഒരു സാധനം വരും. അപ്പൊ അക്സെപ്റ്റ് ചെയ്യണേ. ടി സ്ലാഷ് അക്സെപ്റ്റ് ആണോ? നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ? പടക്കം പൊട്ടുന്നല്ലേ? എത്ര ഷോട്ട്? 3 7-3-0. അല്ല 3 ഹെഡ് ഷോട്ട് അടിച്ചാലാണോ ചാവ? അല്ലേ? ലിയോ അക്സെപ്റ്റ് കുക്കുടോ അക്സെപ്റ്റ് വർക്കൗട്ട് ആവാതെ. എന്താ അടിക്കണ്ടേ? കുക്കുടാണ് ഞങ്ങളെ നേർച്ചക്കോഴി. എന്താ അടിക്കണ്ടേ? *accept heist. കുക്കുട നേർച്ചക്കോഴിയാണ്. അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ കേട്ടോ. എന്നെ പീടി പിടിച്ചു കഴിഞ്ഞാൽ എന്റെ സാധനങ്ങൾ മൊത്തം എടുത്തോണ്ടോ? ഞാൻ അത് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. അല്ലാതെ മാറ്റാം. കേട്ടാ? ഹൈസ്റ്റ് സ്റ്റാർട്ടഡ്. അയ്യോ ഉക്കുടു പീടി വരെ ഇവിടെ. അയ്യോ സാധനങ്ങൾ എടുത്തോണ്ടോ പന്നി. അയ്യോ ഉക്കുടു. ഇല്ല നമ്മൾ വേറെ സ്ഥലത്തോണ്ട് പോകുന്നത്. അപ്പോഴേക്കും നമുക്ക് സാധനം ലോക്കറിൽ വെക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഞെക്കല്ലേ? ഇവിടെ നിന്ന് ഈ ഞെക്കിക്കോ. വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്റെ പൈസ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ തെണ്ടി ഫൈൻ തരും. ആണോ? എടാ പിന്നെ മാസ്ക് ഇടാണ്ട്. മറ്റേ മാസ്ക്. ഈ മാസ്ക് അല്ല, ഒരു സാധനം ഉണ്ട് ഞാൻ തരാം. അത് മാറ്റി ഉപയോഗിക്കണം. ഏത്? ഗ്യാസ് മാസ്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്ത് എടുത്തിട്ട് എനിക്ക് തന്നത്. യൂസ് ചെയ്തിട്ട് ഇതാക്കിയാൽ മതി. ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് തന്നാൽ മതി. ഈ മാസ്കിൽ ചത്തു പോകും. ആണോ? ഓക്കെ സെറ്റ്. ആഡ് ആയിരുന്നോ? അപ്പൊ സെറ്റ് കൊണ്ടുണ്ടോക്ക്. മാസ്ക് ആഡ് ആയിക്കണോ നോക്ക്. ഇൻവെന്ററി നോക്ക്. ഹെൽമെറ്റ് ഇല്ലേ? ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്യാം. ഇത് എടുക്ക്. നിലത്തിടക്കണ്ടല്ലോ ഗ്യാസ് മാസ്ക് പറഞ്ഞിട്ട്. അത് യൂസ് എടുക്കേ. ഗണ്ണ് മാറ്റി കയ്യിന്ന് ഗണ്ണ് മാറ്റി. എടാ ഇവിടെ വന്നിട്ടേ ഒരാൾക്ക് ഡ്രില്ല് എടുക്കാൻ പറ്റും. ഫെക്സർ ഇത് എടുക്കാൻ നോക്കടാ. ഈ ഡ്രില്ലോ അവിടെ ഏതോ ഡ്രില്ല് എടുക്കാൻ പറ്റും. എടുക്കാൻ നോക്ക്. ഇവിടെ കണ്ണു വെച്ചിട്ട് ബാക്കില് ഇവിടെ 2 ഡ്രില്ല് എടുത്തു. പ്രശ്നമുണ്ട്. കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. നീ ഒരു ലൊക്കേഷൻ മാർക്ക് ചെയ്തോണ്ട് പോവാ.
ക്യാമോ ഡ്രില്ല് ഡോണ് വാ 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 ഡബിൾ അടിച്ചു ഉടച്ചോനെ. ചേട്ടാ മാസ്കും കൂടി ഇടാൻ പറ്റും നമ്മുടെ പോയോ ആ കയറി കയറി നമുക്ക് സാധനങ്ങൾ എടുത്തിടാം. കയറി കയറി അത് ശരി ഏ കയറി 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 സമയമില്ല സമയമില്ലയോ കമോൺ കയറി 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 വാ. നമുക്ക് ആദ്യം ഇല്ല അന്ന് കൂടെ ഉണ്ടായിരുന്നോ? സ്റ്റാർട്ടിങ്ങിൽ അനിമേഷൻ ഉണ്ടായിരുന്നു അപ്പോഴല്ലേ ബഗ് ആയി പോയേ. ആ ഇൻവെന്ററി ഒന്ന് ഓപ്പൺ ആക്കരുത്. പെട്രോൾ അടിക്കുന്ന സമയത്ത് ഒരു അനിമേഷൻ വരിക. ഓക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു സാധനം കണ്ടോ? ഞാൻ ഇത് വരട്ടെ. അതെ ഇത് പരിപാടി എങ്ങനെയാന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യണ്ട. ആദ്യം ഞാനൊരു ഇത് ഡ്രോൺ വെച്ചിട്ട് ഒരു സാധനം ചെയ്യാണ്ട് ഇത് വരണം. അപ്പോൾ ഒരു അനിമേഷൻ വരും. അത്രേ ഉള്ളൂ. Well, I love her a lot. I wasn't thinking it was. Think about it like വിഷയം this. സംഭവം. I always say that I told them to fix that goddamn AC. What's going on? വിഷയം സെറ്റ്. നിങ്ങൾക്ക് അനിമേഷൻ കാണിച്ചെന്നോ? ഓ വിഷയം നല്ല പുകഞ്ഞിരിപ്പുണ്ട് ഇവിടെ. ഓ എടാ മാസ്ക് ഇതിനാണ് ഈ മാസ്ക് ഇടണം. ഈ മാസ്ക് ഇട്ടില്ലാന്നുണ്ടെങ്കിൽ മൂഞ്ചി പോകും. ഈ ലൈറ്റ് ഇല്ലാത്തോണ്ട് നമുക്ക് ഇത് പുകഞ്ഞിരിക്കുന്നു. വാ വാ വാ. അതെ ഈ നെസേ എന്നാ തരാം. നെസേ വണ്ടി എടുത്തോ അല്ലെങ്കിൽ വണ്ടിത്തെ സാധനം പോവും. നെസേ ജീവനുണ്ടെങ്കിൽ കാണാം. തിരിച്ചു വരാം. ആ അതെ വാ വാ വാ. ബാക്കത്തെ ഡോറ് പറ്റില്ലേ? ആ പൊട്ടി പൊക്ക. ഓക്കെ ഓക്കേ ആ വരിക്കോ. എന്താ ചെയ്യേണ്ടത്? കണ്ണ് വെച്ചിട്ട് ഗണ്ണ് കൈ പിടിക്കുക. കണ്ണ് വെച്ചിട്ട് വരിക്കും. വണ്ടി അടച്ചാല് മറ്റേ പീഡിക്ക് ഇതായിരിക്കും. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? കോർഡിനേറ്റ് ആണ്. അത് പീഡിനോട് പറയാ. കോർഡിനേറ്റ് പറയാം അല്ലയോ? നമുക്ക് റേഡിയോ വേണ്ടേ? റേഡിയോ പറഞ്ഞ ഏതിലും റേഡിയോ റേറ്റ് പറ. 4404 അല്ല 12345 അല്ല കയറ്. റേഡിയോ എടാ ഫെക്സർ 12345 കയറ്. 12345. അയ്യോ കഴിഞ്ഞോ? ഇത് റീലോഡ് ആകുമ്പോ സാധനം പോകുന്നുണ്ട്. ഐ തിങ്ക് ഇതേ മൂഞ്ചാനുള്ളതാണ്. പടം കിട്ടും. ഞാനൊരു സാധനം തരാം. ഇത് വെച്ച് കിട്ടിയോ? ഒരു മിനിറ്റ്. ഞാനൊന്നും കിട്ടിയോ? ഇങ്ങോ ഈ ചുമരുമുള്ള ഇതൊക്കെ എടുത്തോ? ഈ സാധനം എടുത്തോ? എടുത്തായിരുന്നോ? ഇവിടെ വെച്ച് കണ്ണു വെച്ച് നോക്കി. ഈ സാധനത്തുമ്പോ കളക്ട് കണ്ണു വെച്ചിട്ട് അത് എടുക്ക്. അത് എക്യുപ്പ് ചെയ്യും. ഇതില് ഗോൾഡ് എടുക്കാം. പറ്റുന്നുണ്ടോ? അതെ ഇത് കോർഡിനേറ്റ് അവരടിച്ച് കേട്ടില്ലേ? അവരോട് കമ്മ്യൂണിക്കേറ്റ് നമ്മൾ കഴിഞ്ഞിട്ട് പറയും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടില്ല സാർ. കോഡ് 99 ആണ്. ഞങ്ങൾ തീർന്നിട്ടില്ല. ഓക്കെ ഞങ്ങളിപ്പോ കണ്ടിട്ട് സാർ എന്തിനകത്ത്? സാർ പുറത്തിറങ്ങും.
ഞങ്ങളിപ്പോ കണ്ടിട്ട് ഇവിടെ ഒരു മൂന്നാലഞ്ച് പേരുണ്ട്. കൗണ്ടാ 1 2 3 4 4 പേര്. അതെ സൈഡിലുള്ള മാസ്ക് പോകുന്ന ഓട്ടോമാറ്റിക് ആയിട്ട്. 3 4 4 പേര്. ഇതന്നെയല്ലേ വാങ്കലിക്കോ ഗ്യാസ് മാസ്ക്? ഉണ്ടോ അതന്നെയാണ് സാധനം. കഴിവ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എടാ എന്റെ മാസ്ക് ഇടക്ക് ഓട്ടോമാറ്റിക് പോകുന്നത്. ഇത് തീരില്ലേ? തീർന്നില്ലേ? ഇത് കൊറേ ഉണ്ടല്ലോ. മാസ്ക് ഹോട്ട് ബാറിൽ ഇട്ടോണ്ടല്ലേ അപ്പൊ റീഫ്രഷ് അടിക്കാൻ വേണ്ടില്ലേ? ഇതാ പോകുന്നുണ്ടോ? ഹോട്ട് ബാറിൽ ഇട്ടില്ലെങ്കിൽ അത് റീഫ്രഷ് അടിക്കുമ്പോൾ വരില്ല. കണ്ടോ ഞാൻ റീഫ്രഷ് അടിക്കുമ്പോഴാണ് പോകുന്നത്. കണ്ടോ ലിയോ? എടാ റീഫ്രഷ് സ്കിൻ അടിക്കുമ്പോൾ ഹോട്ട് ബാർ മാസ്ക് പോകുന്നുണ്ടോ? ഓക്കെ ഒന്ന് റീലോഡ് സ്കിൻ അടിച്ചേ. ചാവാനാ ഞാനിവിടെ. ഇല്ല അടിക്കേ. പിന്നെ ഫയർ ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യുക? പോയില്ലേ മാസ്ക്? പോയില്ലേ? പോയി. ആ അപ്പോൾ അത് ഹോട്ട് ബാറിലിട്ടോ. എടാ പിന്നെ ഫെക്സറെ മാസ്ക് ഹോട്ട് ബാറിലിട്ടോ. കാരണം റീലോഡ് സ്കിൻ അടിച്ച് കഴിഞ്ഞാൽ സാധനം പോകും. ഗണ്ണ് മാറ്റ്. പക്ഷെ ഹെൽത്ത് കുറയുന്നില്ല. ഹെൽത്ത് ചെറുതായിട്ട് കുറയോ തോന്നുന്നു. എന്തായാലും എടുത്തു വെച്ചോ. ഒരു ഹോട്ട് ബാർ എടുത്തു വെച്ചോ. റിസ്ക് കണ്ട കൂടെ എന്തായി കഴിഞ്ഞോ? എക്സ് അടിച്ച് ക്യാൻസൽ എനിക്ക് പോകുന്നില്ലായിരുന്നു. ഇപ്പൊ ഇത് ആക്കിയപ്പോ പോയി. മാസ്ക് ഇടാൻ വിട്ടപ്പോ പോയി. അഞ്ച്. ഇവിടെ ഒരു സാധനം തുറക്കാണ് ഇതിനുള്ളില്. 5 ഹലോ കാലോ ചേട്ടാ, ഞാൻ ഇറങ്ങാം. 5 വയ്യെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ. പുറത്തൊക്കെ പോയിട്ട് വന്ന് ടയേർഡാണ് ഞാൻ. 8 2 ഓക്കെ. 5 ഇത് തുറക്കാണ്ടതാ. ഇതിനുള്ളിൽ ഇവിടെ യൂസ് ഡ്രില്ല്. എടാ ഡ്രില്ല് അല്ലേ മറ്റേ ഫെക്സർ അല്ലടാ? ഈ റൂമോ ഫെക്സർ? ഈ റൂമോ? ഇവിടെ മാറ്. ഇത് കണ്ണ് വെച്ച് തുറക്ക്. ഈ ലോക്കറില് കൊടുത്തിട്ടുണ്ട്. ഫെക്സർ എനിക്കെന്തോ ഇതെന്തോ ഭയങ്കരമായിട്ട് എനിക്ക് നെഗ് അടിക്കുന്നു. വരിക്കോ. ചെറുതായിട്ട് ഫീലുണ്ടോ? ഇല്ല കഴിഞ്ഞു. ഇതിനുള്ളിൽ പുകമയല്ലേ? ഇങ്ങനെ പുക വരാറില്ല. ഇതേ നമുക്ക് പൊസിഷൻ എടുക്കണം. ഇവന്മാര് അടിച്ചു കയറും. നമ്മൾ ഇതിനുള്ളിൽ ഹോൾഡ് ചെയ്യാ. പീഡി അതിന്റെ ഉള്ളിൽ നിന്ന് അടിക്കും. ഈ ഗ്ലാസിനുള്ളിൽ കൂടെ ഫയർ വരും. നമുക്ക് ആദ്യം പൊസിഷൻ എടുക്കണം. ഫെക്സർ അവിടെ കളിക്കല്ലേ? ഓക്കെ ഫെക്സർ അവിടെ കളിക്കും. ഇവിടെ സ്റ്റൂൾ എന്തോ നോക്ക്. എനിക്ക് ബെസ്റ്റ് പൊസിഷൻ അവിടെ നോക്ക്. ഞാൻ നോക്കട്ടെ. ഹെൽമെറ്റ് നോക്കട്ടെ. തല കാണാം. ഹെഡ് കാണാം. ലിയോന്റെ വിന്നി കാണില്ല. ലിയോന്റെ സേഫാ. എനിക്കും കാണുന്നുണ്ടേ. ഞെക്കുമ്പോ കാണുന്നുണ്ടേ. കാണാനുണ്ട്. അയ്യോ ഇത് ചെയിൻ എടുക്കാനുണ്ട്. ജ്വല്ലറി മോളിൽ മൊത്തം ലൂട്ടാക്ക്. ചെയിൻ എവിടെ നടക്കാനുള്ളത്? ചെയിൻ എവിടെ എടുക്കാനുള്ളത്? എവിടെ ചെയിൻ എടുക്കാന്? ഇനി അവരെ കൊന്നിട്ട് എടുക്കാം. ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ
ഞാൻ ഇതിൽ ലൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ടോടാ ഇവിടെ? ഓ ഈ ചെയിനില്ലേ, ഈ ചെയിൻ എടുക്കാനുണ്ട്. എപ്പോഴാ തുടങ്ങണേ? നമ്മൾ പറയാന്ന് വെച്ചിട്ടാ ഒന്നും വാരില്ലായിരുന്നു. ഈ ചെയിൻ എടുക്കാണ്ട്. ഈ ചെയിൻ അടുക്കത്തെ ചെയിൻ കണ്ടോ? ഇവിടത്തൊക്കെ എടുത്തുക്കണു, അവിടുത്തെ എടുത്തില്ല. ഓക്കെ എടാ നമുക്ക് പൊസിഷൻ ഓക്കെ. ഞാൻ ഇവിടെ കളിക്കാവേ. ഇവിടെ വലിയ ഇതുണ്ടാവില്ല തോന്നുന്നു. ഐ തിങ്ക് ഇവിടെ ഫെക്സറിന ഓക്കെ. ഫെക്സർ അവിടെ സേഫ് അല്ലേ? ഫെക്സറിനെ സേഫ് പൊസിഷൻ. അതെനിക്ക് ഈ സൈഡ് ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് അവിടെ കളിക്കാൻ പറ്റി. നോക്കി ഏതാ നല്ല നോക്കിയോ? ഓക്കെ ലിയോ അവിടെയാണ് സെറ്റ്. അവിടെ നോക്കുന്നത് ഇത് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ സൈഡ് കളിച്ചോക്ക്. ഈ ആ സൈഡ് കളിക്കും. ഞാൻ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ കളിക്കും. അവിടെ ആയിട്ട് കളിക്കുക. ഉക്കുട് ഇവിടെ കളിക്കുക. ഇവിടോ അവിടുന്ന് കാണാൻ പറ്റുമോ? അവര് പുറത്തു നിന്നിട്ടാ ഫയർ ചെയ്യാം. ഇവിടുന്ന് ഫൈറ്റ് ഇല്ലെങ്കിൽ വാ. ഓക്കെ അവര് ചിലപ്പോ അടിച്ചു കയറും, ചിലപ്പോ പുറത്തുനിന്ന് ഫയർ ചെയ്യും. അത് അവരെ ഇഷ്ടം. ഇങ്ങനെ ക്യൂ അടിച്ചിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നു. നോക്കട്ടെ. ഇല്ല ഇപ്പല്ല. പക്ഷെ അവരകത്ത് കേറുമ്പോഴേ അടിക്കാൻ പറ്റുള്ളൂ. അതാ പ്രശ്നം. അത് കുഴപ്പമില്ല, അവളങ്ങനെ കളിച്ചോട്ടെ. കാരണം അല്ലെങ്കിൽ ഹെഡ് ഉള്ളു. വാൾ ഗ്ലാസോ? വാൾസ്. ഓ അതാണല്ലേ. എടാ ഒരു മിനിറ്റ്, ഈ വാളിലുള്ളതൊക്കെ പൊട്ടിക്കണ്ട്. മറിയ സ്ഥലം അടിക്കാൻ കൂടും. ഹെൽമെറ്റ് ഇട്ടില്ലേ? അത് പൊട്ടിച്ചിട്ട് കളക്ട് ചെയ്യാക്കെ. കണ്ണടിച്ചോട്ട് വെക്കാം. കളക്ട് ചെയ്തല്ല. എടാ ഈ വാളിൽ എടുക്കാണ്ട് ഫെക്സറെ. ഈ വാളിലുള്ള എടുത്താന്നല്ലേ? ഓക്കെ അടുത്തുണ്ട്. ലിയോ ഇവിടെ സെറ്റാണോ? ലിയോ എന്നാ മറ്റേ വിളിച്ചോ. ഞാൻ അവിടെ വിളിച്ചോളാം. ഓക്കെ ലിയോ അവിടെ വിളിച്ചോ. അത് ലെഫ്റ്റ് പീക്ക് അല്ലേ? പാടാ അവിടെ വിളിച്ചോ. എനിക്ക് എൻ്റെ റോബി. ഇതൊക്കെ റോബി ഇതാടാ. ഓക്കെ സെറ്റല്ലേ? ഹലോ ഞങ്ങൾ റെഡിയാ. ഓക്കേ, മെസ്സേജ് ഇടാം. ഫ്രെഡിയോ? അതാര്? ഫ്രെഡിനെ അറിയില്ല. ഫ്രെഡി ഇല്ല. അവർ റെഡിയാണേ. അവര് മെസ്സേജ് എന്നിട്ട് പറഞ്ഞു. ഹലോ. ഹലോ. ഹലോ സാറേ, എന്താ ഞങ്ങൾ ബ്രീച്ച് ഇടുമ്പോ തുടങ്ങും കേട്ടോ. ഓക്കെ അവര് ബ്രീച്ച് എന്ന് പറഞ്ഞിട്ടും അനൗൺസ്മെന്റ് അപ്പൊ തുടങ്ങും പറഞ്ഞു. എനിക്ക് പൊസിഷൻ അത്ര കോൺഫിഡൻസിലെ പൊസിഷൻ. എന്നാലും ഇല്ലെങ്കിൽ ഞാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരെ ഓക്കെ ഞാൻ ഒന്നല്ലെങ്കിൽ നേരെ ഹീൽ ചെയ്യാൻ ഈ റൂം ഉണ്ടല്ലോ, നേരത്തെ ലോക്കർ പറഞ്ഞു. ആ റൂമൊക്കെ നേരെ ഓടിച്ച് വന്നിട്ട് ഹീൽ ചെയ്തോളാം. അവര് 5 പേരുണ്ടാവും. നമ്മള് 4 പേരാണെങ്കിൽ അവർ 5 പേരുണ്ടാവും. ഫുഡ് ഇല്ല. നിങ്ങൾ 2 പേരുണ്ടല്ലോ, അവിടുന്ന് കേറാണ്ട് നോക്കിയാൽ മതി മാക്സിമം. ഈ ഹെൽത്ത് എങ്ങനെയാ പറയുന്നത്? ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് സെയിം സോട്ടാണ് ക്ലച്ച് ചേർക്കുന്നത്.
മൊയിലു പക്ഷേ വേറെ പെണ്ണിന്റെ കൂടെ ലോക്കർ പൊസിഷൻ ബെറ്റർ അല്ല, അത് മണ്ടത്തരാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കളിക്കുക? ഇവിടെ വന്നിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് ബെറ്റർ ഈ പൊസിഷൻ? ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബെറ്റർ? ഒരു സുഖമായി അടിച്ചിടും. അതൊക്കെ പൊട്ടത്തരം പൊസിഷനാണ്. അത് നമുക്ക് ഒരു വഴിയില്ലെങ്കിൽ ഓടിച്ചേറി ഹീൽ ചെയ്യാൻ വേണ്ടിയുള്ള പൊസിഷൻ മാത്രമാണ്. ലോക്കർ പൊസിഷൻ ബെറ്റർ അല്ല. അത് ലെഫ്റ്റ് പീക്കാണ്. ആ സൈഡ് കംപ്ലീറ്റ്ലി ആ സൈഡ് ലെഫ്റ്റ് പീക്കാണ്. സ്മോക്ക് പോയി. സ്മോക്ക് പോയി. അതുകൊണ്ട് സമാനമുണ്ട്. അയ്യോ ടെൻഷൻ ഇവിടെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഇതെന്ത് ഉക്കുടുവിനെ പിന്നെ ഷീൽഡില്ല. പീഡിക്കാണോ? അത് അറിയില്ല. ഒരു നോക്കാൻ വേണ്ടി ഒന്ന് വന്നു. ഉക്കുടെ ഒരു കാര്യം ചെയ്യും, അവിടെ കളിക്കുന്നേക്കാളേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഉള്ളിൽ കയറി വരാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ എൻ്റെ സെയിം പോസ്റ്റ് അല്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് കളിച്ചു. അത് നമുക്ക് കയറി വന്നാൽ എന്നെ ബൈറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അവര് ചുമ്മാ അല്ലെങ്കിൽ എനിക്ക് ചുമ്മാ അങ്ങനെയല്ല. അവര് കയറി വരുമ്പോഴേ ഇവിടെ ഈ പൊസിഷൻ എന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ മൂലക്ക് കയറി മതി. അവര് ബാക്കിലുണ്ട്. കുക്കുടെ അവിടെ നിന്ന് പൊസിഷൻ ആക്ച്വലി വേസ്റ്റ് ആണ്. ലാസ്റ്റ് മാത്രമേ കുക്കിന് ഫയർ ചെയ്യാൻ പറ്റുള്ളൂ. അവിടുന്ന് പീക്ക് ചെയ്യേണ്ട. അല്ലെങ്കിൽ അവർ കയറി വരികയാണെങ്കിൽ അവർ എന്നെ അടിക്കും, എന്നെ അല്ലെങ്കിൽ കുക്കിനെ അടിക്കും. ആ സമയത്ത് അടിച്ചാൽ മതി. അതാകുമ്പോൾ കുക്കിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനെങ്കിലും പറ്റും, സപ്പോർട്ട് ചെയ്യാനെങ്കിലും പറ്റും. കൂടെ ഹെഡ് നോക്കി അടിച്ചാൽ മതി. ഇപ്പൊ അടിക്കണ്ട, അവര് കയറി വരുമ്പോ അവരെ നോക്കി അടിച്ചാൽ മതി. ഹെഡ് മാത്രം നോക്കിയാൽ നോക്കൂടൂ, അതൊന്നും നോക്കണ്ട. കുക്കിടെ അടിച്ചാൽ മതി. കാരണം അവിടെ വന്നാലേ അവരെല്ലാരും കയറി വന്ന് പുഷ് ചെയ്ത് ലാസ്റ്റ് എന്തെങ്കിലും അടിച്ചാലേ ഉള്ളൂ. ഇതാകുമ്പോൾ അവന്മാരെ ഇൻ കേസ് ഫുൾ റഷ് ചെയ്താൽ പോലും ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും കുക്കിട്ടിന്. ഇനി ഒന്നുമില്ലെങ്കിലും അവളെ ബെയിറ്റ് ചെയ്യാനെങ്കിലും പറ്റും. ഇത് മുതൽ ചത്തു. കുക്കുടോ ഇല്ലടോ വേണം. കുക്കുടോ എന്റെ പോലായിരുന്നേ. കുക്കുടോ ആരെ? എന്റെ പേര് ഭരത്ചന്ദ്രൻ തക്കാളി. ആരെ? ഗേളിന്റെ പേര് ഐഷ. പീഡിത ഐഷ. പീഡിത ഐഷ ഓഫ് ഡ്യൂട്ടി എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വന്നത്. നാളെ ലെറ്റർ എഴുതി കൊടുക്കാണ്ട്. ഐഷ മേഡം നിങ്ങൾക്കറിയില്ല, പ്രൂഫില്ലല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കള്ളനല്ലേ. കള്ളന്റെ പ്രൂഫൊക്കെ നിങ്ങൾ വിശ്വസിക്കോ? എന്താ സാർ, ഓരോ കള്ളന്റെ ഉള്ളിൽ സത്യം ഉണ്ടെന്നാണ്. അതെ, ഏതൊരു കള്ളനൊരു നന്മ ഉണ്ടല്ലോ മനസ്സിനുള്ളിൽ. ആ നന്മയിലാണെങ്കിലോ അത് ശരിയാ. നിങ്ങളൊക്കെ കള്ളന്മാരാ. എല്ലാം നന്മയിലും ഒരു കള്ളനുമില്ലേ? എല്ലാ നന്മയിലൊരു കള്ളനോ? എന്തൊക്കെയാ പറയുന്നത്? അതെ, എല്ലാ നന്മയിലും. സാറേ നിങ്ങളുടെ ആദ്യമായിട്ടാണോ കോഡ്-19? അല്ല. എങ്ങനെയുണ്ട് ഇതിന്റെ ഇത് വരുന്നത്? ലൈക്ക് കോഡ്-19 നിങ്ങള് നമ്മളെ ഫുൾ ഓൾ ഡൗൺ ആക്കണം. നമുക്ക് പുറത്തു വരാൻ പറ്റുമോ? പുറത്ത് വരാം. പുറത്ത് വന്നാലും അടിക്കാം. അങ്ങനെയല്ലേ? പുറത്തെല്ലാം വരാം, പുറത്തെല്ലാം ഇറങ്ങാം. ഞങ്ങൾക്ക് പുറത്തിറങ്ങി അടിക്കാൻ പറ്റുമോ? ആണോ? ബീച്ചിന് ശേഷം പുറത്തൊന്ന് അടിക്കാം. ഓക്കെ. ഫുൾ ആംഗിളാ, റൈറ്റ് സൈഡിലെ മൊത്തം. വണ്ടി മാറ്റി വേറെ അപ്പൊ ഒറ്റയടിക്ക് പുഷ് ചെയ്യാനാണോ? അല്ലല്ല, ഒരു ബാക്കിൽ റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. വെയിറ്റ് ആണോ? വെയിറ്റാ. ഹെൽത്ത് അടിച്ചു നോക്കാം. ലൈക്ക് ഇതാണ് എപ്പോൾ അടിക്കാൻ പറ്റാത്ത സാധനം.
നമ്മൾ 2 പേരേ ഉള്ളൂ. നമ്മൾ 5 പേരുണ്ട് ബാക്കിൽ, അല്ല 4 പേരുണ്ട്. നമ്മൾ 4 പേരും പീഡി 5 പേരുമാണ് വരിക. ഇത് ബഗ്ഗാണ് ഈ ക്ലാസ്, അല്ലെങ്കിൽ ഞാൻ ഇത് കവർ എടുത്ത് കളിക്കുമായിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡ് കാര്യമില്ല, ലിയോന്റെ സൈഡിൽ നിന്ന് POV ആരില്ല. എനിക്കിവിടെ പുകയാ, അതറിയോ? രാത്രി ഉണ്ടോ തോന്നുന്നു. ഫുഡ് ആൻഡ് വാട്ടർ. ഓടിക്കളിക്കാൻ ഇങ്ങോട്ട് വരാത്തേ? തലയിട്ട് നോക്കുന്നുണ്ടോ റൈറ്റില്? അവിടെ അവന്മാരെല്ലാരും പീക്ക് നിൽക്കുന്നത്. നോക്കി ഓടിക്കളിക്കുന്നു. എല്ലാം അവിടെ എല്ലാം എന്നെ നോക്കി നിൽക്കുന്നത്. നമുക്കൊന്ന് കണ്ടു ഓടിക്കളിക്കണം. റേഡിയോ പിടിച്ച കാറിന് ബാക്കിൽ ഇപ്പോഴും കാലയിൽ കൊട്ടാരം. അതെങ്ങനെയാണോ POV? അത് അവരില് അവര് കേറാൻ നിക്കാണേ കേറാൻ നിക്കാ. കേറാൻ നിക്കാണേ. ഇടോ റെഡി ആയിക്കോ. അയ്യോ, ഈ മാസ്ക് ഇടാത്തതിന്റെ കുറയുന്നുണ്ട് കേട്ടോ പണ്ടാറം. വൺ ഡൗൺ ഒരാൾ അവനവിടെ പീക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, ഇനി 4v4. മാസ്ക് അത് കിട്ടിയ റീലോഡ്. രണ്ടുപേർക്കും കൊടു ഉറങ്ങിയിട്ടില്ലല്ലോ.
എന്തായാലും അവര് വരില്ല, ഒരാളെ ചത്തില്ലേ. ഒരു നേരത്തെ പുഷ് നോക്കിയെന്നേ എല്ലാം കൂടെ എന്നോട് അറിയട്ടെ. പറ കഴിഞ്ഞ ഡൗൺ. റൂമിനകത്തെ 2 ഡൗൺ. ഇല്ല ഒരാളും കൂടി. ചാവലെ 3 ഡൗൺ. ഓക്കെ അതിന്റെ ഉള്ളിൽ ലിയോ കമോൺ ഈസി ലിയോ. അത്രയുള്ളൂ. ആ റൂമിലുണ്ട്. ഈസി ലിയോ ഈസി. അത്ര ലിയോ. ഓ വിഷയം അമ്മോ.